യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഫോർട്ട് കൊച്ചിയിൽ തുടക്കമായി. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് 200-ലധികം പേർ ഭാഗമാകും. വൈവിധ്യങ്ങളുടെ ഉത്സവം എന്ന ആശയവുമായി തുടങ്ങിയ ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പാണ് ഫോർട്ട് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. പുതിയ കാലത്തെ അഭിസംബോധന ചെയ്ത് ജെൻസി കാലവും ലോകവും എന്ന ആശയവുമായാണ് ഈ വർഷത്തെ ഫെസ്റ്റിവൽ അക്ഷരപ്രേമികളിലേക്ക് എത്തുന്നത്. വിവിധ വേദികളിലായി എഴുത്തും വായനയും സംവാദവുമായി ഇനി 3 ദിവസം അക്ഷരങ്ങളുടെ ഉത്സവത്തിന് ഫോർട്ട് കൊച്ചി സാക്ഷിയാകും. ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത യൂത്ത് ധാരാളം ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എഴുത്തുകാരുടെ തന്നെ ഒരു 50% കൂടുതൽ യുവനിരയാണ്. അപ്പോൾ യുവ എഴുത്തുകാരുടെ ഒരു വലിയ സംഗമമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ എത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള ആളുകൾ ധാരാളം ഇതിനെ രജിസ്റ്റർ ചെയ്തതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുല്യ കലാകാരൻ MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ച കടവ്, കാലം, മഞ്ഞ, നിർമാല്യം എന്നീ കൃതികളുടെ പേരിലാണ് വേദികൾ. ചോദ്യങ്ങളും ചർച്ചകളുമായി വൻ ജനപങ്കാളിത്തമാണ് സദസ്സിലും. ഇന്ത്യയിൽ പലതരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ, ഏകാധിപത്യം ശക്തിപ്പെടുമ്പോൾ, ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ എങ്ങനെയാണ് വൈവിധ്യങ്ങളുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കേണ്ടത് എന്ന് നിശബ്ദമാക്കപ്പെട്ട ശബ്ദങ്ങൾ ഓരോന്നും ഉച്ചത്തിൽ കേൾപ്പിക്കേണ്ടത് എന്ന ആശയത്തിൽ നിന്നുകൊണ്ടാണ് YLF രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജ്ഞാനപീഠം ജേതാവ് ദാമോദർ മോസ ഉദ്ഘാടനം ചെയ്ത ഫെസ്റ്റിവലിന്റെ 2ാം ദിനമായ ഇന്ന് വിവിധ വിഷയങ്ങളിൽ പ്രമുഖരുടെ സെഷനുകൾ നടക്കും. നാളെ മേള അവസാനിക്കും. ന്യൂസ് മലയാളം, കൊച്ചി.